കരയ നാനും കരയ എന്നോട് നീയും കരയ ഒന്നായി കാതലോട് ഓഹന. ആരാ സാറേ ഫോണില്? കുറേ നേരമായല്ലോ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഫാത്തി? നിന്റെ ഈ വാടിമുഖം കണ്ടിട്ട് എങ്ങനെയാടേ ഫാത്തി ഞാൻ പോവാ? ഡെലിവറിക്ക് ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാണ് നിങ്ങൾ പോയതെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഫാത്തി, ഇതൊക്കെ എന്നെ പോലുള്ള ഓരോ പ്രവാസികളുടെയും വിധിയാ. ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നത് അവിടുന്ന് ഇവിടേക്ക് വരാനായിട്ട് ബാഗ് പാക്ക് ചെയ്യുമ്പോഴാണ്. എത്ര വർഷം കൂടിയാ സാറേ നാട്ടിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് എങ്ങനെ പെണ്ണിനെയും മക്കളെയും വീഡിയോ കോളിൽ മാത്രം കണ്ടാ മതിയാ? എപ്പഴാ വരുന്ന്? ദാ ഉമ്മതാ ഉമ്മതാ നോക്ക്. ആ ചോറ് കൊടുക്ക, ഒന്നും കഴിച്ചിട്ടില്ല. എനിക്കോ ഉമ്മയുടെ എനിക്കും വാരി തരാൻ? ഉമ്മ തരാൻ? ആ തന്നോ? അല്ല, നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ കോളിൽ നമ്മളീ മക്കളെയും കണ്ടാ മതിയോ? നിങ്ങൾ എന്താ വരുന്ന്? ഇങ്ങനൊരു കുന്ത്രാണ്ണം കണ്ടുപിടിച്ച് ഏതെങ്കിലും ഹയറായി, അല്ലെങ്കിൽ വാപ്പ ഏതാ ഉപ്പാപ്പ ഏതാന്ന് പിള്ളേർക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. കേട്ടില്ലേ ഉപ്പ പറഞ്ഞത്? നിങ്ങളൊന്ന് മിണ്ടാൻ്റെ ഒരു മനുഷ്യ. അവൾക്കിനി അത് മതി കരഞ്ഞോണ്ടിരിക്കാനായിട്ട്. അവൻ പോയിട്ട് 6 വർഷമായി. ഇതുവരെയായിട്ട് ഈ കുഞ്ഞിനെ ഒന്ന് നേരിട്ട് കാണാൻ അവന് സാധിച്ചിട്ടില്ല. അവൾക്കതിന് വിഷമം ഉണ്ടാവില്ലേ? ആണാ? ഈ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ഫാത്തിമാക്ക് ഇത്രയും ദുഃഖം ഉണ്ടെങ്കിൽ അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന അവന് എന്തോരം ദുഃഖം ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വായിക്കാ. ഇപ്പോഴത്തെ സാഹചര്യം നിനക്ക് അറിയാവുന്നതല്ലേ. ഇവിടെ കിടന്ന് മരിക്കാതെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമെന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. വാപ്പിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ വേണ്ടിട്ടേ മക്കള് പഠിച്ചോട് പറഞ്ഞത് കേട്ടില്ലേ? വന്നേ പറ്റുള്ളൂ, വരണം. വെക്കല്ലേ വെക്കല്ലേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ വരാം. അവൾക്കൊരു സന്തോഷം കണ്ടില്ലേ? പാവം കുട്ടി. പാവം. നിർത്ത്. ലെഫ്റ്റിലേക്കല്ല, നമുക്ക് റൈറ്റിലേക്കാ പോണ്ടേ. അപ്പം സാറ് ലെഫ്റ്റ് തിരിഞ്ഞ് വിടാനല്ലേ എന്നോട് പറഞ്ഞത്? അതെ, ഇപ്പോൾ റൈറ്റിലേക്ക് പോയാൽ മതി. അതെന്താ സാറേ? എന്നെപ്പോലെ വിദേശത്തു നിന്ന് വരുന്ന ഓരോരുത്തരുടെയും വീട് കുറച്ച് ദിവസത്തേക്ക് ക്വാറന്റൈൻ സെന്ററിലാണ്. നാനും കരയ എന്നോട് നീയും കരയ ഒന്നായി കാതലോട് ഓഹന നാൾ തോറും
சந்திப்போமே நமக்காக ஜீவிப்போமே. ഹലോ ഫാത്തി, പുത്തൻപാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ പോകുന്നുള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഗോൾഡ് 101.3 FM. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാം. പോലീസ് വിഭാഗത്തിന്റെയും നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കേണ്ടതാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ ഇനി മുതൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രത ഒന്ന് മാത്രം മതി. കോവിഡിനെ നിങ്ങളുടെ അരികിൽ നിന്നും അകറ്റി നിർത്താൻ നിങ്ങൾ സാമൂഹിക അകലം പാലിക്കുക, മാസ്കുകൾ ശരീരത്തിന്റെ ഭാഗമാക്കുക, ശുചിത്വം പാലിക്കുക. സർക്കാരും ആരോഗ്യവകുപ്പും പോലീസും ഈ മഹാമാരിയെ തടയാൻ എന്നും എപ്പോഴും നിങ്ങൾക്ക് അരികിലുണ്ട്. അരികിലൊരു മഹാമാരിയായി എന്നും ഇനി മുതൽ നമ്മളോടൊപ്പം COVID-19 എന്ന കൊറോണ വൈറസ് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ സാമൂഹിക രീതികൾ എൻ്റെ ദൈവമേ, അവന്മാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ കൂടി. ആശ്വാസമായി ദൈവമേ. കാടു കുളിരണു കൂടു കുളിരണു കൂട്ടിലാലുണ്ടോ. കോവിഡിനെ പേടിച്ച് വന്നത് വല്ല വരയമ്പുലിയുടെ മുമ്പിലെങ്ങനാണോ? പാലക്കാടാണെന്ന് കരുതി വന്നത് വല്ല പുലിയൂർക്കാടായി പോയോ ദൈവമേ. ആതിരാവായി വരയമ്പുലിയല്ല, മൂർഖം പാമ്പാണെന്ന് തോന്നുന്നത്. പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുന്നതിനെക്കാട്ട് നല്ലത് കോവിഡ് പിടിച്ച് മരിക്കുന്നതാണ് നല്ലത്. പത്രത്തിൽ പടമെങ്കിലും വരും. ചേട്ടോ, എന്റെ അമ്മ ആരാ? ചേട്ടനെ പോലെ മുഖി നടക്കുന്ന ആളാ ഞാനും. ചേട്ടൻ മുന്നടിച്ചിരിക്കുന്നത് കോവിഡ് പിടിച്ചാലും ഞാൻ പോടും. ഇനി കൊതുക് കടിച്ച് മരിക്കണ്ടല്ലോ. കയ്യും കൂടെ പിടിച്ചേ. അങ്ങനെ പിടിച്ചോട മോനെ പിടിച്ചോ. ഞാന് ചെമ്മിരിയാണെന്ന് വിചാരിച്ചോ. നീ മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചോർക്കാം. എന്റെ പൊന്നു ചേട്ടാ, ഞാനും ചേട്ടനെ പോലെ പോലീസിനെ പേടിച്ച് പാത്തിരിക്കുന്നു. നേരെ പോയാൽ പോലീസ് പിടിക്കും. അങ്ങനെ പതുങ്ങി വരുമ്പോഴാണ് ചേട്ടന്റെ ഒരു വരവ്. എടാ ചെമ്മിരിയാ, അവിടെ നിന്നല. നീ നേരെ ആണെന്നാൽ തന്നെ നിന്നെ കാണാൻ പറ്റില്ല. പിന്നെ നീ പമ്മി നടക്കണേ. ചേട്ടന്റെ പേരെന്താണ്? ഡേവിഡ്. ചേട്ടാ, ഇത് പുറത്താരോടും പറയല്ലേ കേട്ടാ. ചേട്ടനെ തല്ലിക്കൊല്ലും. ചേട്ടന്റെ പേര് കേട്ടാ. ചേട്ടന് വെള്ളമുണ്ട് തരൂല. ശരിയാക്കി തരാൻ ചേട്ടാ. അതെന്താടാ? ഇത് പാരാസെറ്റമോളാണ്. തൽക്കാലം രക്ഷപ്പെടാം. എന്നാൽ 2 കൂടി താടാ. വിശപ്പും മാറും, കോവിഡും മാറും. നീ ആളും മിടുക്കാനുള്ള ചെമ്പരിയാടെ. നീ കാണുന്ന പോലെ അല്ലല്ലടാ. എന്താടാ നിന്റെ പേര്? എന്റെ പേരും പുറത്തു പറഞ്ഞാലേ നാട്ടുകാർ തല്ലും. അതെന്താടാ? നിന്റെ പേരും ഡേവിഡ് എന്നാണോ? നീ ആള് കൊള്ളാല്ലടാ. എന്റെ പേര് സുരേഷ് എന്നാ. ഞാൻ ചേട്ടനെ പോലെ വീട്ടിലെത്താൻ വേണ്ടി പതുങ്ങിയിരിക്കുന്നു. നീ എവിടെന്നാ വരുന്നത്? കുറച്ചു ദിവസം മുമ്പേ ചുമയും തൊണ്ടവേനായിട്ട് ആശുപത്രി പോയാ ചേട്ടാ. അവരെന്നെ 14 ദിവസം പിടിച്ചിട്ടേ പറയണേ എനിക്ക് കോവിഡ്. എന്റെ റൂട്ടും മാപ്പ് അവർക്ക് എടുക്കണമെന്ന്.
എന്റെ റൂട്ട് വാപ്പ് നോക്കി കൊച്ചുമ്മടിക്ക ചെന്നാണ്ടല്ല. കൊച്ചമ്മണിയാണ് നിന്റെ ഭാര്യ? എന്റെ ഭാര്യയുടെ പേര് ശ്രീകല. ആഹാ. ശ്രീകല സുരേഷ്. അപ്പൊ കൊച്ചമ്മണിയോടാ? കൊച്ചുമ്മണി എന്റെ പോ. അയ്യോ ദൈവമേ കാത്തോളേ, അവനെ കാത്തോളേ. മോളെ, നീ ഇങ്ങനെ കരഞ്ഞ് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കല്ലേ. വീട്ടിലോട്ട് വരാതെ ക്വാറന്റൈനിലേക്ക് പോയത് നല്ല തീരുമാനമല്ലേ? ഇതൊക്കെ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ പ്രായം ചെന്ന ഞാനും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അല്ലാതെ നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എന്നാലും ഈ വീടിന് ഇത്ര അടുത്ത് വന്നിട്ട് ഓലിവിടെ കേറാതെ പോയില്ലേ? നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആവല്ലേ ബാധി. കുറച്ച് കഴിയട്ടെ, നമുക്ക് അവന് വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോള് ഞാനിത് തല്ലി പൊട്ടിക്കും. മോളെ, എന്തിനാ ഉമ്മച്ചി കരയുന്ന? വാപ്പച്ചി ഇപ്രാവശ്യം വരൂലേ? എന്റെ റബ്ബേ. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ സാമൂഹിക രീതികൾ ഇനിയും വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും ഈ ഒരു വൈറസിനെ നമ്മളുടെ അരികിൽ നിന്നും അകറ്റുവാനുള്ള ഒരേ ഒരു മാർഗം. സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും പോലീസ് വിഭാഗത്തിന്റെയും നിർദ്ദേശങ്ങൾ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ ആളുകൾക്ക് ഒരു ജാഗ്രതയില്ലല്ലോ സാറേ. അൻവറേ, എല്ലാവരും ഇവരെ പോലെയാണ് തെറ്റിദ്ധരിക്കേണ്ട. ഒരു വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. കോവിഡ് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അവർ തീരുമാനിക്കട്ടെ. യു ക്യാരി ഓൺ. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ ഇനി മുതൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രത ഒന്ന് മാത്രം മതി. കോവിഡിനെ നിങ്ങളുടെ അരികിൽ നിന്നും മോന് വേണം? ആ, കുറച്ച് മതി. ആ, കഴിക്കടാ. കുഞ്ഞോള് കൊച്ചുകൂട് കഴിച്ചായിരുന്നു. കഴിച്ചിട്ട് ദേ പുറത്തേക്ക് പോയി. ആ ആ റിയാസേ, ആ പാപ്പാ കഴിക്കുക. റിയാസേ, ആ വാ ഇരിക്കേ. നാളെ കഴിഞ്ഞ് നിനക്ക് പോകണമല്ലേ? അതെ. പോകണ്ടെന്ന് പറയാനൊക്കെ വാപ്പയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ ബാധ്യത, വലിയൊരു ഭാരമല്ലേ വാപ്പച്ചി നിന്റെ തലയെ കെട്ടിവെച്ചത്. അതിൻ്റെ കുറ്റബോധം വാപ്പച്ചിക്കുണ്ട് മോനെ. ഇനി പോയിട്ട് വന്നാൽ പിന്നെ നീ പോകണ്ട. ഇനിയെങ്കിലും നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ജീവിക്കണം. ഞാൻ പറയുന്ന മോനെ മനസ്സിലാവണല്ലേ? മനസ്സിലായി. നിന്റെ ഒരൊറ്റൊരാളുടെ അധ്വാനം കൊണ്ട് നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയില്ലേ മോനെ. ഇനി എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താ പാപ്പാ? നീ അടുത്തുള്ളപ്പോഴായിരിക്കണം പടച്ചോണിൻ്റെ റൂഹ് എടുക്കാൻ.
ആ നമസ്കാരം ഹെൽത്തിൽ നിന്നാണ്. വാ വരൂ സാർ. സിസ്റ്ററെ, ക്വാറന്റൈനിലുള്ള മൊത്തം രോഗികളുടെ കണക്ക് ഇന്ന് കളക്ടർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ. സുഹൃത്തെ, യാത്രയൊക്കെ അടിപൊളിയായിരുന്നോ? ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞു എന്ന് കരുതി ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. ഇല്ല സാറേ. ജോൺസൺ മാഷിൻ്റെ പാട്ടും കേട്ട് ഒന്നങ്ങോട്ട് വിശ്രമിക്കേ. നിങ്ങൾ പ്രവാസികൾക്ക് നൊസ്റ്റാൾജിയുടെ ഒരു ഡിസീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ശരി. സാറിനുണ്ടോ സാറേ ഈ നൊസ്റ്റാൾജിയുടെ അസുഖം? ഉണ്ടെങ്കിൽ പറഞ്ഞു നമുക്കൊരു ഇഞ്ചക്ഷൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആ അസുഖം എനിക്കില്ല. ദാ നിൽക്കുന്ന അൻവറിനും തോമസിനും ഉണ്ട്. അത് ശരി. കോൺസ്റ്റബിൾമാർക്ക് നൊസ്റ്റാൾജിയുടെ അസുഖം ഉണ്ടെങ്കിൽ അവരുടെ ചന്തിക്ക് നോക്കി ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി അല്ലേ സിസ്റ്റർ? കോവിഡിനെ നമ്മൾ ഇതുപോലെ ചിരിച്ച മുഖത്തോടുകൂടി നേരിടണം. ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. എന്താ പേര്? റിയാസ് കബീർ എന്നാ. ഏജ് എത്രയാണ്? 38. അഡ്രസ് കൂടി ഒന്ന് പറയാമോ? റിയാസ് കബീർ. ഏജ് 38. കൊച്ചോൺ ബിലോസ്. തൃക്കുളത്തൂർ മൂവാറ്റുപുഴ. ഓക്കെ സാർ. കോവിഡുകാരൻ്റെ രക്ഷപ്പെട്ടു ദൈവമേ. ഒരുത്തന്നെ പറയണ്ടോ സാറേ? നിക്കണോടാ, എവിടെ പോരുന്നു? ഇവിടെ വേടാ, പമ്മി പമ്മി അങ്ങോട്ടോടാ. സാറേ 5-6 ദിവസമായിട്ട് കമ്പനി തന്നെയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ നിങ്ങളുടെ മുമ്പിലൊന്നും പെട്ടു. അപ്പോൾ നീ ആ കുഴിന്ന് ഇറങ്ങി വന്നോ? സാറേ ക്വാറന്റൈൻ ചാടി വന്നോർത്ത് അവിടെ കിടപ്പുണ്ട്. ഞാൻ അറിയാണ്ട് കൈ കൊടുത്തു പോയി. അൻവറിന് പിന്നെ കണ്ടുവരികയുണ്ടോ? എനിക്കറിയാം. എവിടെ ഐഡി കാർഡ്? എവിടെ ഉണ്ട്? തിരിച്ചാലും തിരിച്ചറിയില്ല സാറേ. അങ്ങോട്ട് മാറിക്കടാ. ഓ സാർ ആംബുലൻസ് വരാൻ പറഞ്ഞു. അതെ, ഞാൻ തന്നെ. താൻ നിൽക്കുന്നവനെ ഒരു കോവിഡ് രോഗിയായിട്ട് സമ്പർക്കമുള്ളവനാ. ഇവിടെ അടുത്ത് എവിടെയാ കോവിഡ് സെന്റർ? അത് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ട്. എന്നാ അങ്ങോട്ട് വിട്. എടാ വണ്ടി കയറാ. എടാ അവനെ നോക്കിക്കോണേ, അവൻ മുങ്ങിക്കളയും. അവൻ കയറിയാകത്ത്. ആ കയറി സാറേ. ഒരാളെ കളമശ്ശേരിയിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. അടുത്ത ആളെ നോക്കിയാണ് സാറേ. ആ കയ്യിൽ കാണിച്ചേട്ടാ, നല്ലപോലെ തൂത്തോ. ശരി സാർ. അതെ, റിയാസിന്റെ വാപ്പയാണ്. ഫാത്തിമ നല്ല സന്തോഷത്തിലാണല്ലോ ഇക്ക. ആരെ ഇക്ക? ഹോസ്പിറ്റലിൽ നിന്നോ? റിയാസിന്റെ 3ാമത്തെ ടെസ്റ്റ് റിസൾട്ട് വന്നു. ഉമ്മച്ചി, ഉച്ച ഊണിൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി രാത്രിത്തെ ഭക്ഷണം കൂടെ റെഡിയാക്കണം. അതും ഉമ്മച്ചി ചെയ്യണം. റിയാസ്ക വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറേ നേരം മുണ്ടിയും പറഞ്ഞിരിക്കണം. ദേ ഇക്ക വന്നാൽ പിന്നെ ഇനിയും കുട്ടികളെ ഒന്നിനും വിളിക്കരുതെന്ന് ഇപ്പൊ ഉമ്മച്ചിയോട് പറയണം. എന്തപ്പാ എന്തെങ്കിലും എൻ്റെ ഒരു മോശത്ത് ഒരു സന്തോഷമില്ലാത്ത? മോളെ അവൻ വരില്ല. എന്ത്? അവന് 3ാമത്തെ ടെസ്റ്റ് റിസൾട്ടും കിട്ടി. പോസിറ്റീവാ. അതെ മോളെ. എന്തപ്പാ? നീ വിഷമിക്കേണ്ട ഫാത്തി. നീ ഒരുക്കി വെച്ചതെല്ലാം കഴിക്കാൻ എൻ്റെ മകൻ റിയാസ് വരും. മോനെ, ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും മുതിർന്നവര് പറയണത് പോലെ കേൾക്കണം. ഇത് ഞാൻ എനിക്ക് തന്നെ തരുന്ന ഉപദേശമാണ് കേട്ടടാ. ആദ്യം എന്റെ 2 റിസൾട്ടും നെഗറ്റീവായിരുന്നു. ഇതിപ്പോ അവസാനം പോസിറ്റീവായി. എന്റെ എല്ലാ ടെസ്റ്റ് റിസൾട്ടും പോസിറ്റീവ് ആവും, എനിക്കത് ഉറപ്പാ. ചേട്ടനും വിദേശത്തായിരുന്നല്ലേ? വിദേശം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ.
ഇരിക്കാൻ പറഞ്ഞോടത്ത് ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇതേപോലെ ഒന്ന് കിടക്കേണ്ടി വരില്ലായിരുന്നു. ചേട്ടനത് എങ്ങനെയാ സംഭവിച്ചത്? ഒരു തെണ്ടിക്ക് ഞാൻ കൈ കൊടുത്തതാ. പറഞ്ഞിട്ടെന്താ ഈ തെണ്ടി ഇവിടെ വന്നോ? ഓടിക്കോടാ. അപ്പെൻഡിക്സ്, അമിസ്പ്രോ, ഡിജോക്സിൻ, ഇത് മൂന്നും എഴുതിയത്. ഡോക്ടർ ICU കിടക്കുന്ന റിയാസിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. വാട്ട് അബൌട്ട് ഹിസ് എയർലിസ് കണ്ടീഷൻ? കം ഓൺ മരിയ, സ്പീഡ് അപ്പ്. ആ PP കിറ്റ് എടുക്കൂ, വേഗം ആവട്ടെ. കിറ്റ് റെഡി. കിറ്റ് എടുക്കുക. റിലേറ്റീവ്സിന് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യുക. പേഷ്യന്റിന്റെ ഓക്സിജൻ സാച്ചുറേഷൻ എത്രയുണ്ട്? സാറേ ഒന്ന് പെട്ടെന്ന് വരാമോ? ഓക്കെ ദേ വരുന്നു. മരിയ, പൾസ് ഒന്ന് നോക്കിയേ. മരിയ, ടെമ്പറേച്ചർ. റിയാസ്, ഹലോ റിയാസ്. ഒന്നുമില്ല അതെനിക്ക്. റിയാസ്, എന്താണ് ഇപ്പോൾ വിഷമം? എന്താണ്? ശ്വാസം വിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? റിയാസ്, മൈ ഗോഡ്, റിയാസ്. ഓ ജീസസ്. നമസ്കാരം സാർ. കയറി വരും സാർ. ഇക്കായോട് നീ ഒന്ന് പറഞ്ഞേ. അക്ക MLA കുന്നപ്പള്ളി വന്നിട്ടുണ്ട്. നമസ്കാരം. റിയാസിന്റെ വൈഫും നീ പോയിട്ടേ വരാൻ പറ. ശരി. മോളെ പാത്തി, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ കരയരുതെന്ന് പറയാനോ എനിക്കറിയില്ല. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളെയും സന്തോഷങ്ങളെയും കവർന്നെടുക്കാൻ ഒരാൾ ഇനി മുതൽ നമ്മുടെ അരികിലുണ്ടാകും. ഇത് വെറുമൊരു തുണിയല്ല. നമ്മളിതുവരെ പരിചയിച്ചു വന്ന ജീവിതശൈലിക്കെതിരെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം കെട്ടുന്ന ഒരു മറയാണ് ഈ തുണി. ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങൾ, ഇനി ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾക്കെതിരെയുള്ള ജാഗ്രതയാകണമെന്നേ എനിക്ക് പറയാനുള്ളൂ. എന്റെ റബ്ബേ, എന്റെ പൊന്നുമോളുടെ മക്കളുടെ അടുത്തേക്ക് ഓടിയെത്താൻ അവനിനി പറ്റില്ലല്ലോ.